പരിസ്ഥിതി സംരക്ഷണത്തിൽ വേറിട്ട ജീവിത മാതൃകയാണ് ദമ്പതികളായ കാലടി എസ് മുരളീധരനും രാധയും. പ്രഭാത സവാരിക്കിടെ തെരുവോരങ്ങളിൽ നിന്നും കഴിഞ്ഞ 70 ദിവസത്തിനുള്ളിൽ ഇവർ ശേഖരിച്ചത് 7000-ത്തിലധികം കുപ്പികൾ. ഇത് വിറ്റുകിട്ടുന്ന തുക കൊണ്ട് കാലടി SNDP ലൈബ്രറിയിലെ ശാസ്ത്ര പുസ്തക വിഭാഗം വിപുലീകരിക്കുകയാണ് മുരളീധരന്റെ ലക്ഷ്യം. ഒരു മുറി നിറയെ കുപ്പികൾ, അതും പ്രഭാത സവാരിക്കിടെ വെറുതെ തോന്നിയൊരു കൗതുകത്തിന്റെ പേരിൽ ശേഖരിച്ചത്. കഴിഞ്ഞ 2 മാസം കൊണ്ട് മുരളീധരനും ഭാര്യ രാധയും ഇങ്ങനെ ശേഖരിച്ചത് പ്ലാസ്റ്റിക് അടക്കം 7000-ത്തിലധികം കുപ്പികളാണ്. എന്തിനാണിങ്ങനെ കുപ്പികളെല്ലാം പെറുക്കി വെച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമുണ്ട് മുരളീധരന്. എനിക്കൊരു ഹൃദയ ശസ്ത്രക്രിയ നടന്നതാണ്. 4-5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു നടക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു വിശ്രമം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിക്കും രാവിലെ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ രാധയ്ക്കും അതിനിടയ്ക്ക് വയ്യാതായി. അപ്പോൾ രാധയും ഞങ്ങളും കൂടി ഒരുമിച്ച് പ്രഭാത സവാരി എന്ന രീതിയിൽ നടക്കാൻ തുടങ്ങി. കുറേ കാലമായി നടക്കാൻ, 2 വർഷത്തോളമായി. പക്ഷെ നടക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വഴിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കിടക്കണ കാണുമ്പോൾ ഞങ്ങളുടെ അസ്വസ്ഥത ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ കുപ്പിയുടെ അടപ്പുകൾ പണ്ട് മുതലേ എടുക്കുന്നുണ്ട്. ഒരുപാട് 10 വർഷത്തോളമായി ചെറിയ കുപ്പിയുടെ അടപ്പ് ഒരു 10 ഇത് എടുക്കും. അതിൻ്റെ ഒരു കണക്കൊക്കെ നോക്കിയോ 10-40,000 കുപ്പിയുടെ അടപ്പ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മടിയില്ലാതിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഏതായാലും നടക്കുകയല്ലേ, തിരിച്ചു വരുമ്പോൾ ഒരു കിറ്റ് കരുതിയാൽ കിട്ടുന്നത് പ്ലാസ്റ്റിക് നമുക്ക് പറക്കി കൊണ്ടുപോകാം ഏതായാലും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വെറുതെ ഒരു നേരം പോക്ക് പോലെ തുടങ്ങിയതാണ്. ഒരു മാർച്ച് അവസാനം അപ്പോൾ തുടങ്ങിയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ആവേശമായി. തുടക്കം ഹൃദയ ശസ്ത്രക്രിയയിൽ നിന്നാണ്. ദിവസവും രാവിലെ നടക്കാൻ ഡോക്ടറുടെ നിർദ്ദേശം. ആദ്യം കൗതുകമായിരുന്നു, പിന്നീട് ശീലമായി, വാശിയായി. ദിവസവും പോകുന്ന വഴിയിൽ കാണുന്ന കുപ്പികളെല്ലാം എടുക്കും. പിന്നീടിത് പതിവ് കാഴ്ചയായ പ്രദേശവാസികൾ ഇരുവരും നടന്നു വരുമ്പോൾ അവരുടെ വീടുകളിലെ പ്ലാസ്റ്റിക് കുപ്പികൾ കൂടി നൽകുവാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ആവേശവും ഭയങ്കര സന്തോഷം തന്നെ ഒരു കാര്യം തന്നെ. നമ്മൾ ചെയ്യണത് ഒരു നന്മയായിട്ട് മനസ്സിൽ തോന്നിയതുകൊണ്ട് അത് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രചോദനം. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് തന്നെ വിചാരിക്കും. ഇപ്പോൾ ആളുകൾ ഞങ്ങളെ കാണുമ്പോൾ തന്നെ കുപ്പികൾ പറക്കി നമ്മളോടൊപ്പം കൂടുകയും പിന്നെ അത് അവർ കുറേ ശേഖരിച്ച് വയ്ക്കുകയും ഞങ്ങളെ കാണുമ്പോൾ അത് തരികയൊക്കെ ചെയ്യുമ്പോൾ അതിപ്പോൾ ഒരു നല്ലൊരു സന്ദേശം അവരിൽ എത്തിയതുകൊണ്ടാണെന്നുള്ളൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അത്ര ആയിരക്കണക്കിന് ആളുകൾ കാലത്ത് നടക്കാൻ പോകുന്നുണ്ട്. ദേവാലയങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെല്ലാവരും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു 10 പേർക്ക് തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട് ഇതാവും. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നു, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ശങ്കരാചാര്യർ ജനിച്ച മണ്ണാണ്, വിശുദ്ധ മണ്ണാണെന്ന് പറയുന്നു. പക്ഷേ അത് വിശുദ്ധമാക്കി സൂക്ഷിക്കാനായിട്ട് ഓരോ പൗരനും അതിൻ്റെ ഒരു ചുമതലയുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു തോന്നലുണ്ട്. ആരോഗ്യ സംരക്ഷണം ഇപ്പോൾ പ്രകൃതി സംരക്ഷണം കൂടിയാണ് ഈ ദമ്പതികൾക്ക്. മുരളീധരൻ കാലടി SNDP ലൈബ്രറി സെക്രട്ടറിയും രാധ കാലടി പഞ്ചായത്തിലെ ലൈബ്രറിയനുമാണ്. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകർക്കുള്ള ജില്ലാതല പുരസ്കാരം നേടിയ ഇരുവരും ലൈബ്രറിയിലേക്ക് ഏത് പുസ്തകങ്ങൾ വാങ്ങിക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ. ന്യൂസ് മലയാളം, കൊച്ചി.